എല്ലാവർക്കും നമസ്കാരം. ഓപ്പൺ ടോക്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്വാസകോശ അർബുദമാണ് നമ്മുടെ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്വാസകോശ അർബുദമുള്ള രോഗി എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും എടുക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചികിത്സ സമയത്ത് ഒന്ന്, നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ ആരോഗ്യം, അത് ഭയങ്കര പ്രധാനമാണ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളതാണ്. ഇഞ്ചക്ഷൻ രൂപത്തിലും ഗുളിക രൂപത്തിലുള്ളതായിരിക്കാം. അപ്പോൾ നമ്മൾ ആരോഗ്യത്തിനെ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, ചികിത്സയുടെ ഭാഗമായിട്ട് രുചി കുറവായിരിക്കും, അല്ലെങ്കിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഓക്കാനം വരുന്നുണ്ടാവാം. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണം കുറഞ്ഞു പോയാൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് താങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഭക്ഷണത്തിൽ ഊന്നൽ കൊടുക്കണം. എങ്ങനെ ഊന്നൽ കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ നന്നായി കഴിക്കണം. അപ്പോൾ കോഴിമുട്ടയുടെ വെള്ളയാവട്ടെ, അല്ലെങ്കിൽ മഞ്ഞയായാലും കുഴപ്പമില്ല, മുഴുവൻ മുട്ടയാണെങ്കിലും കുഴപ്പമില്ല, മത്സ്യമാവാം, ചിക്കൻ ആവാം, അതല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളാവാം, പാല് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ വെറും ജ്യൂസും കഞ്ഞിയും മാത്രം കുടിച്ച് നമ്മുടെ വയറ് നിറയ്ക്കരുത്. അതാണ് ഞാൻ പൊതുവെ രോഗികളിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ കൃത്യമായ ഒരു ഒതുക്കം പാലിച്ചാൽ നമുക്ക് വെയിറ്റ് കുറയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് താങ്ങാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതിൻ്റെ പുറമെ ശ്വാസകോശ അർബുദത്തിൽ പിന്നെ കാണപ്പെടുന്നൊരു വലിയ പ്രശ്നം അണുബാധയാണ്, ഇൻഫെക്ഷൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ലങ് ക്യാൻസറുകാർക്കും മോശമായ ലങ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലങ്സിൽ പെട്ടെന്നൊരു ഇൻഫെക്ഷൻ കയറിക്കൂടാനും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ന്യൂമോണിയയായി മാറാനും അതിനുശേഷം റെസ്പിറേറ്ററി ഫെയിലിയർ വരെ എത്താനും ന്യൂമോണിയ മൂർച്ഛിക്കാൻ എപ്പോഴും സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശ്വാസകോശ ഇൻഫെക്ഷൻസ് തടയുവാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പാലിക്കണം. നമ്മളിപ്പോൾ പറ്റുന്നത്ര വിരുന്നുകാരൊന്നും ട്രീറ്റ്മെൻറ്റ് ഇടയിലും അറ്റ്ലീസ്റ്റ് ചികിത്സ കഴിഞ്ഞ് കുറച്ച് നാൾ വരാതിരിക്കുന്നതാണ് നല്ലത്, നമ്മുടെ പ്രതിരോധം തിരിച്ചു വരുന്നവരെ. നമ്മൾ വേറെ എവിടെയും ഈ അങ്ങാടിയിലേക്കോ അല്ലെങ്കിൽ ടൗണിലേക്കോ അല്ലെങ്കിൽ ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്തോ സിനിമാ തിയേറ്ററോ ഒക്കെ പറ്റുന്നത്ര ഈ ചികിത്സയുടെ ഇടയിലെങ്കിലും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ പുറമെ നമ്മളൊരു എന്തെങ്കിലും ഒരു അസുഖം കണ്ടാൽ, ഇപ്പോൾ നമുക്ക് വിട്ടുമാറാത്തൊരു ചുമ വന്നു, അല്ലെങ്കിൽ കഫം വന്നു, മഞ്ഞ നിറത്തിലുള്ള കഫം വന്നു, പനി വന്നു, നമ്മളൊരു ഡോക്ടറെ സമീപിക്കണം. ചിലർക്ക് ആൻറ്റിബയോട്ടിക് വേണ്ടി വരും, ചിലർക്ക് വൈറസിൻ്റെ മരുന്ന് വേണ്ടി വരും. നേരത്തെ ചികിത്സിക്കണം, നമ്മളത് വെച്ചുകൊണ്ടിരിക്കരുത്. അത് നിങ്ങൾ ചികിത്സിക്കുന്ന ഓൺകോളജി ഡോക്ടറാവാം, ഇല്ലെങ്കിൽ അടുത്തുള്ള ഫിസിഷ്യനാവാം, നമുക്ക് ചികിത്സിക്കേണ്ടത് ഭയങ്കര പ്രധാനമാണ്. ഇതിൻ്റെ പുറമെ നമ്മൾ കോവിഡ് കാലത്ത് പാലിച്ചിരുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ, അതൊക്കെ അന്ന് വളരെ കുറവായിരുന്നു ഇൻഫെക്ഷൻ. എനിക്കിപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്നു, 2020 2021 നമ്മുടെ ഇൻഫെക്ഷൻ കുറഞ്ഞിരുന്നു. നമ്മൾ മാസ്ക് ഇടുന്നതാവാം, സാനിറ്റൈസർ ഉപയോഗിക്കുന്നതാവാം, ചെറിയൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുന്നതുകൊണ്ടാവാം. പക്ഷേ ഒരു ഓൺകോളജി അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഒരു പ്രതിരോധം കുറയ്ക്കുന്നൊരു ചികിത്സയാണ്, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ പെട്ടെന്ന് ചികിത്സ തീർക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇൻഫെക്ഷൻ കൂടി വന്നാൽ ആ രോഗി കൂടുതലായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നു പോകും. അതിനുശേഷം പിന്നെ ട്രീറ്റ്മെൻറ്റ് വൈകും, അങ്ങനെ ചികിത്സയുടെ ഗുണപ്രാപ്തി മോശമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പുറമെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കുറച്ച് വാക്സിനുകൾ ലഭ്യമാണ്. അപ്പോൾ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞിട്ട് സാധാരണ കാണുന്ന വൈറൽ ഇൻഫെക്ഷൻ്റെ വാക്സിൻ ഉണ്ട്. നമ്മൾ കോവിഡുമാരത്തെ ഒരു വേറെ വാക്സിൻ വിചാരിച്ചാൽ മതി. അപ്പോൾ വാക്സിനെ പ്രൊമോട്ട് ചെയ്യല്ല ഞാൻ, പക്ഷേ നമുക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ലങ് ക്യാൻസർ ഉള്ള പേഷ്യൻസിനൊക്കെ കൊല്ലത്തിലൊരിക്കൽ ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്താൽ, 5 കൊല്ലത്തിലൊരിക്കൽ ന്യൂമോകോക്കൽ വാക്സിൻ എടുത്താൽ, ന്യൂമോകോക്കൽ എന്ന് പറഞ്ഞൊരു വാക്സിൻ ഉണ്ട്. ഈ വാക്സിനുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വരുന്ന കഫക്കെട്ടിൻ്റെയും ഇൻഫെക്ഷൻ്റെയും അളവ് കുറയ്ക്കാമെന്നും, അല്ലെങ്കിൽ അളവ് കുറയ്ക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതും പഠനത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ രോഗികൾക്കും കൊടുക്കാറുണ്ട് ഇൻഫ്ലുവൻസ വാക്സിൻസും ന്യൂമോകോക്കൽ വാക്സിനൊക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓൺകോളജി ഡോക്ടറുമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. എന്നിരുന്നാലും നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ പൂർണ്ണ ആരോഗ്യവാനായി ഇരിക്കാൻ പറ്റുന്നത്ര നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവണം. എന്നാൽ ചികിത്സ കൂടുതൽ ഫലവത്താവും, കറക്റ്റ് സമയത്ത് നമുക്ക് ചികിത്സ തീർക്കാനും സാധിക്കാറുണ്ട്. താങ്ക് യു.